യുഎസിലെ H-1B വിസ പ്രോഗ്രാമിനെതിരെ കൂടുതൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ രംഗത്തെത്തുകയാണ്. സെനറ്ററായ മൈക്ക് ലീയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ സർക്കാർ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന കുടിയേറ്റതര വിസയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. H-1B വിസകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സമയമായോ എന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്ററുടെ ചോദ്യം. വാൾമാർട്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണമടക്കം ചർച്ച ചെയ്യപ്പെടുന്നതിനിടെയാണ് സെനറ്ററുടെ ചോദ്യം ഉയർന്നിരിക്കുന്നത്. എന്താണ് വാൾമാർട്ടിനെതിരായ H-1B വിസ തട്ടിപ്പ് ആരോപണം എന്ന് നോക്കാം. വാൾമാർട്ട് വലിയ തോതിലുള്ള H-1B വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് കിംവദന്തികൾ പ്രചരിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് വാൾമാർട്ട് തന്നെ പിന്നീട് അറിയിച്ചു. കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾക്ക് H-1B വിസയുമായി ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കി. ബ്ലൈൻഡ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് തട്ടിപ്പ് ആരോപണങ്ങൾ ആദ്യമായി ഉയർന്നു വന്നത്. വാൾമാർട്ടിൻ്റെ ഗ്ലോബൽ ടെക് വിഭാഗത്തിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു ചില ഉപയോക്താക്കളുടെ ആരോപണം. ഒരു വൈസ് പ്രസിഡന്റ് കരാർ നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്നും ഇതിൽ H-1B വിസ ഉടമകൾക്ക് പങ്കുണ്ടെന്നും ചില പോസ്റ്റുകളിൽ ആരോപണമുണ്ടായി. വാൾമാർട്ടിലേക്ക് ജീവനക്കാരെ നൽകുന്ന കമ്പനിയിൽ നിന്ന് ഏകദേശം 1200 കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടെന്നും പറയപ്പെടുന്നു. ഇവരിൽ ഭൂരിഭാഗവും H-1B വിസ ഉടമകളാണെന്നും ആരോപണമുണ്ടായി. ആരോപണങ്ങൾ എക്സ്, റെഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വേഗത്തിൽ പ്രചരിച്ചു. ഈ ആരോപണങ്ങളെക്കുറിച്ച് പല ഫാക്ട് ചെക്കേഴ്സും മാധ്യമപ്രവർത്തകരും അന്വേഷണം നടത്തിയെങ്കിലും പിരിച്ചുവിടലുകൾക്കോ കരാർ റദ്ദാക്കിയതിനോ H-1B വിസ തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് അവർ കണ്ടെത്തി. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച് വാൾമാർട്ടും രംഗത്തെത്തി. അന്വേഷണത്തിൽ H-1B വിസ ഉടമകളുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തിയതായി വാൾമാർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. അന്വേഷണത്തിന്റെ ഫലമായി ഒരു വെണ്ടറെയും കുറച്ച് US ആസ്ഥാനമായുള്ള ജീവനക്കാരെയും പിരിച്ചുവിട്ടെന്നും വാൾമാർട്ട് അറിയിച്ചു. ഈ നടപടികൾക്ക് H-1B വിസയുമായോ വിസ തട്ടിപ്പുമായോ യാതൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം H-1B വിസയ്ക്കെതിരായ സെനറ്റർ മൈക്ക് ലീയുടെ പ്രസ്താവന ഇന്ത്യക്കാരെയും വിദേശികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ഓക്യുപ്പേഷൻസ് എന്ന വിഭാഗത്തിലൂടെ അമേരിക്കൻ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന ഭയം നിലനിൽക്കുന്നു. ആഗോള പ്രതിഭകളെയും വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള H-1B വിസ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾക്ക് ഭീഷണിയാണെന്ന ആശങ്ക വ്യാപകമാണ്. 2022 ഒക്ടോബർ മുതൽ 23 സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് 72% H-1B വിസകളും ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. ചൈനക്കാർക്കാണ് രണ്ടാം സ്ഥാനം. 12% വിസകൾ ചൈനീസ് പൗരന്മാർ നേടി. H-1B വിസ മാത്രമല്ല, മറ്റ് വിസകളും US ഭരണകൂടത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് വിദേശികളെ ആശങ്കയിലാക്കുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ മാസം H-1B വിസ പ്രോഗ്രാമിനെ വിമർശിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നിരുന്നു. മൈക്രോസോഫ്റ്റ് അമേരിക്കൻ ജീവനക്കാരെ പിരിച്ചുവിട്ട കുടിയേറ്റക്കാരെ നിയമിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതിൻ്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ H-1B വിസയിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. H-1B വിസയുടെ ലോട്ടറി സമ്പ്രദായം ഒഴിവാക്കി വേതനം അടിസ്ഥാനമാക്കി വിസ നൽകുന്ന രീതി പരിഗണിക്കാൻ US നീക്കം നടക്കുന്നുണ്ട്.